ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ എല്ലാം ഷെയർ ചെയ്യുന്നത് URL ഫോർമാറ്റിലാണ്. ബിറ്റ്ലി ഉപയോഗിച്ച് എങ്ങനെ URL എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് BITLY ബിറ്റ്ലി എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് ബിറ്റ്ലിയുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ ബിറ്റ്ലി നമുക്ക് കുറേ പ്രീമിയം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യേണ്ട. അതിന് നമ്മൾ സൈൻ അപ്പ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബിറ്റ്ലിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മൾ യൂസർ നെയിമും ഇമെയിൽ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അവിടെ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് സൈൻ അപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഷോർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ URL പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടൻ ചെയ്ത URL ലഭിക്കും. ഇനി നമുക്കൊരു URL ഷോർട്ടൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഡോക്കിൻ്റെ URL ആണ് ഷോർട്ടൻ ചെയ്യാൻ എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ക് ഞാൻ പലർക്കും ഷെയർ ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ നമുക്ക് വലിയ URL ആകുമ്പോൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ URL സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക. ശേഷം നമ്മൾ നമ്മുടെ കീബോർഡിൽ ബിയിൽ പ്രസ് ചെയ്യുക. ബിയിൽ പ്രസ് ചെയ്താൽ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള കോളം വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റഡ് ലിങ്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കവിടെ ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാം. ടൈറ്റിൽ ആഡ് ചെയ്യണതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ടൈറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ടൈറ്റിലായിട്ട് ടൈം സ്റ്റാമ്പ് എന്നാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ടൈം സ്റ്റാമ്പായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡോക്കാണ്, അതിൻ്റെ URL ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് ടാഗ് ഒരെണ്ണം ആഡ് ചെയ്യാൻ സാധിക്കും. ടാഗിൻ്റെ അവിടെ ഞാൻ ഡോക്കിന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പമാണ്. അത് കഴിയുമ്പോൾ സേവ് ചെയ്യേണ്ടതാണ്. നമ്മൾ ആഡ് ചെയ്ത് സേവ് ആയിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഹാസ് ബീൻ എഡിറ്റഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബിറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന URLന് എത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ക്ലിക്ക് ലഭിച്ചിട്ടുള്ളത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ URLൻ്റെ റീച്ച് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ചാർട്ടിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത URL നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയൊരു URL ആണ് നമ്മൾ ബിറ്റ്ലി ഉപയോഗിച്ച് ചെറിയൊരു URL ആക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കോപ്പി ചെയ്ത് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാം. ഇത് കുറേയൊക്കെ പ്രീമിയം ഫീച്ചറാണ്. അടുത്ത ഓപ്ഷൻ എഡിറ്റ് ആണ്. ഇവിടെ നമുക്ക് ബിറ്റ്ലി ഉപയോഗിച്ച് ഷോർട്ടൻ ചെയ്ത് URL എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്ലി കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒന്നാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചില വേർഡ്സ് ഒന്നും നമുക്ക് പ്രീമിയം അല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യണ പോലെ ടൈപ്പ് ചെയ്ത് സേവ് എന്ന് അടിക്കുമ്പോൾ ഇററാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വേറെ ഏതെങ്കിലും ഒരു കീവേഡ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എൻ്റെ പേര് ആകർഷ് ഡോക്ക് 1 എന്നാക്കാൻ പോവാണ്. അപ്പോൾ അത് സേവ് ചെയ്യാണ്. അത് സേവ് ആയി നമുക്ക് കാണാൻ സാധിക്കും. അത് ചില ബ്രാൻഡുകളുടെയോ അല്ലെങ്കിൽ ചില കീവേഡുകൾ മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രീമിയം വേർഷൻ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റാത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇത് കോപ്പി ചെയ്ത് ഇപ്പോൾ ആ ലിങ്ക് വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഡോക്ക് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ലിങ്ക് വർക്കിംഗ് ആണെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ഓരോരോ ലിങ്കുകളുടെ പെർഫോമൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഇതിന് മുന്നേ ആഡ് ചെയ്ത ഫ്രീ ക്യാമേറ്റ് എന്ന് പറഞ്ഞ ഡോക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. ക്രിയേറ്റഡ് ആയിട്ടും കാണാൻ പറ്റും. ടോപ്പ് പെർഫോമൻസ്, അതായത് ഏറ്റവും കൂടുതൽ ക്ലിക്ക് വന്നത് ഏറ്റവും ടോപ്പിൽ കാണിക്കും. അതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതിനിപ്പോൾ അതിൽ 2 ക്ലിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് കാണാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 ക്ലിക്കാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ടൈമും ഡേറ്റും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റെഫറൻസ് കാണാൻ പറ്റും. അവിടെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ കാണാൻ പറ്റും. അങ്ങനെ 2 ക്ലിക്ക് എവിടെ നിന്നൊക്കെ വന്നു, ഗൂഗിളായിട്ട് ഇമെയിലായിട്ടാണ് വന്നേക്കണതെന്ന് അറിയാം. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയിൽ 2 ക്ലിക്ക് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ വട്ടം ആഡ് ചെയ്തിട്ടുള്ള URLകൾ നമുക്ക് ടൈറ്റിലൊക്കെ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ അവിടെ ടൈം സ്റ്റാമ്പ് നേരത്തെ ആഡ് ചെയ്ത URLൻ്റെ ടൈറ്റിലാണ് സെർച്ച് ചെയ്യുന്നത്. ടൈം സ്റ്റാമ്പ് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ടൈം സ്റ്റാമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടാഗ് വെച്ചിട്ടും നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ടാഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാഗ് വെച്ചും സെർച്ച് ചെയ്യാവുന്നതാണ്. തന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത URLൻ്റെ അടുത്തായിട്ട് നമുക്ക് QR കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് URLനെ QR കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പ്രീമിയം വേർഷനിലാണ് പറ്റുള്ളൂ. റീഡയറക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലിങ്കുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതും പ്രീമിയം പ്ലാനിലൊരു ഫീച്ചറാണ്. മറ്റൊരു പ്രീമിയം സർവീസാണ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കിതിപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ടുള്ള URLകൾ, കുറേ URLകൾ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഷോർട്ടൻ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ആവശ്യാനുസരണം പ്രീമിയം സർവീസ് എല്ലാം നമുക്ക് പേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വേണ്ട സമയത്ത് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ബിറ്റ്ലി ഫ്രീ വേർഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.